ഹലോ ഗ്രേബിഡിയസിലേക്ക് സ്വാഗതം. 9ാം ദിനവും കത്തിച്ചിരിക്കുകയാണ് ദൃശ്യം 3. ഇന്ന് പ്രീസെയിലിലൂടെ മാത്രമേ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 2,01,00,000 രൂപയോളമാണ്. 1539 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,21,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അങ്ങനെ സിനിമയ്ക്ക് അതായത് ഈ ഒരു വെള്ളിയാഴ്ച വരുന്ന കണക്ക് നമുക്ക് ആ റേഞ്ചിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. വീണ്ടും കൊലത്തൂക്ക് തൂക്കുന്നു സിനിമ. 200 കോടിയും കടന്ന് മുന്നോട്ട് ഉള്ള കുതിപ്പ് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് പവർ. ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ കാണുമ്പോൾ 200 കോടി, അവസാനം ഇറങ്ങിയ 4 സിനിമകളിൽ 3 എണ്ണം 200 കോടി. അതായത് ഒരു രക്ഷയുമില്ലാത്ത ബോക്സ് ഓഫീസ് തൂക്ക് എന്ന് തന്നെ പറയാം. ഡാഡീസ് ഹോം എന്ന് നമുക്ക് ഇവിടെ വിളിക്കാനും കഴിയുന്നു. അതെ, അങ്ങനെ D3യും 100 കോടി കടന്നിരിക്കുന്നു. എമ്പുരാൻ കടന്നിരുന്നു, അതിന് തൊട്ട് പിന്നാലെ D3 കിടക്കുന്നു. ഇനി തുടരും എന്ന ചിത്രത്തിനാണെങ്കിൽ 94.5 കോടിയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊന്ന് നോക്കിപ്പോരാം. 8ാം ദിനത്തിലെ ഫൈനൽ കളക്ഷനായി 5,32,00,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതായത് സിനിമയ്ക്ക് ഏകദേശം 5,85,00,000 രൂപ, 5,90,00,000 രൂപയോളമാണ് ഇന്നലത്തെ കളക്ഷനായി വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് തീർച്ചയായും അപ്പോൾ 7.5 കോടിക്ക് മുകളിലാണ്. വേൾഡ് വൈഡ് ആയിട്ട് 12 കോടിയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനോടകം തന്നെ സിനിമ കഴിഞ്ഞ ദിവസത്തെ 185 കോടിയോളമായിരുന്നു. ഏകദേശം 200 കോടിയിലേക്ക് ടച്ച് ചെയ്തു. ഇന്നത്തെ പ്രീസെയിൽ കൂടെ കണക്കാക്കുമ്പോൾ സിനിമ 200 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ പോസ്റ്റർ കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു. ഇവിടെ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, ഇതൊരു അന്യായ ബോക്സ് ഓഫീസ് തൂക്കിയടി എന്ന് തന്നെ പറയാം. ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 63 കോടി കടന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ 65 കോടിയും കടന്ന് ഇന്നത്തോടെ 69 കോടി 70 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ്. എന്താണേലും ഒരു രക്ഷയുമില്ലാത്ത കൊലത്തൂക്ക്. ഇനി 100 കോടി എന്നാണ് ഇവിടെ ബോക്സ് ഓഫീസിൽ, കേരള ബോക്സ് ഓഫീസിൽ എന്നുള്ള ചോദ്യമാണ്. അത് വലിയ താമസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുകയാണ്. തമിഴ്നാട് കളക്ഷൻ 10 കോടിക്ക് മുകളിലായി. അവിടെ നമുക്ക് കർണാടകയിൽ നിന്ന് 12.5 കോടിക്കടുത്തേക്ക് കളക്ഷൻ എത്തുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 7 കോടിക്കടുത്തേക്കും എത്തുകയാണ്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 215 കോടി അല്ലെങ്കിൽ 210 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കുകയാണ്.